ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് AWS VPCയിൽ IP വെർഷൻ 6 എങ്ങനെ എനേബിൾ ചെയ്യാമെന്നാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. IP വെർഷൻ 6 128 ബിറ്റാണ്, അതേപോലെ തന്നെ ഹെക്സാഡെസിമലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇത് AWSൻ്റെ IP അഡ്രസ്സിൻ്റെ ഡോക്യുമെൻറ്റേഷൻ. അതിനകത്ത് അവർ പറയുന്നുണ്ട് VPC ക്രിയേറ്റ് ചെയ്യും. IP അഡ്രസ്സ് യൂസ് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് ഓർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ്. ഒരു VPC ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് IP റേഞ്ച് പറഞ്ഞു കൊടുക്കും. EC2നും VPCനും നമ്മൾ IP വെർഷൻ 4ഉം IP വെർഷൻ 6ഉം സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ബൈ ഡിഫോൾട്ട് ഒരു EC2 VPC പറയുമ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ IP4 ആണ് ബൈ ഡിഫോൾട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ കസ്റ്റം VPCയിൽ അല്ലെങ്കിൽ ഡിഫോൾട്ട് VPCയിലോ നമുക്ക് IP6 എനേബിൾ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ IP വെർഷൻ 4 ഇൻ്റർനെറ്റ് പ്രൈവറ്റ് IP അഡ്രസ്സ് ഇൻ്റർനെറ്റിൽ റൗട്ടബിൾ അല്ല. നമ്മളൊരു VPC ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രൈവറ്റ് റേഞ്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതിന് നമ്മൾ പബ്ലിക്കിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി ഇൻ്റർനെറ്റ് ഗേറ്റ്വേ ആൻഡ് ഗേറ്റ്വേക്കാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പബ്ലിക് IP വെച്ചിട്ടാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ഓപ്ഷനിൽ നമുക്ക് വേണമെങ്കിൽ VPCയിൽ IP6 എനേബിൾ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ IP6 ഇൻ്റർനെറ്റിൽ റൗട്ടബിൾ ആണ്. പിന്നെ IP വെർഷൻ 4ഉം IP വെർഷൻ 6ഉം തമ്മിലുള്ള ഒരു കമ്പാരിസൺ പറയുന്നുണ്ട് അവർ. എത്ര സബ്നെറ്റ്, ഏതൊക്കെ സബ്നെറ്റ് റേഞ്ചിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, എത്ര ബിറ്റാണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കുക, നോക്കിയിട്ട് വേണം അത് എനേബിൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് VPC ഡാഷ്ബോർഡിൽ വന്നതിന് ശേഷം ഞാനിപ്പോൾ മാനേജ്മെൻറ്റ് VPC എന്ന് പറഞ്ഞൊരു VPC ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിനകത്താണ് ഞാൻ IP വെർഷൻ 6 എനേബിൾ ചെയ്യാനായിട്ട് പോകുന്നത്. ബൈ ഡിഫോൾട്ട് അതിനകത്ത് IP വെർഷൻ 4 മാത്രമേ എനേബിൾ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ സീഡ് റേഞ്ച് 10.0.0.16 ആണ്. അതേപോലെ സൈഡറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് IP വെർഷൻ 6 എനേബിൾ ചെയ്തിട്ടുള്ള 4 മാത്രമേ എനേബിൾ ചെയ്തിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ആക്ഷനിൽ പോയിട്ട് എഡിറ്റ് സൈഡർ എന്നുള്ള സെക്ഷനിൽ പോവുക. ആ VPC സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് സൈഡറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ 2 സെക്ഷൻ ഉണ്ട്, 4 ഉണ്ട് 6 ഉണ്ട്. ഇപ്പോൾ 4ൽ വേണമെങ്കിൽ നമുക്ക് അഡീഷണലി നമുക്കൊരു നെറ്റ്വർക്ക് റേഞ്ചും കൂടി പറഞ്ഞു കൊടുക്കാം, സൈഡറും കൂടി പറഞ്ഞു കൊടുക്കാം. പക്ഷേ IP6ൽ നമുക്ക് ഒറ്റ പ്രാവശ്യം പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഞാനൊരു IP6 ആഡ് ചെയ്യുവാണ്. നമുക്ക് ആമസോൺ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കസ്റ്റം ഓൺഡ് ബൈ നമ്മുടെ കസ്റ്റം IP6ഉം പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ആമസോണാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ എത്ര സബ്നെറ്റ് സോൺ ഉണ്ടോ അതെല്ലാം ഇവിടെ ആ അണ്ടറിൽ കാണിക്കും. ഞാൻ ക്രിയേറ്റ് കൊടുക്കുവാണ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആമസോണിൻ്റെ പൂളിൽ നിന്ന് വരുന്നൊരു റേഞ്ചാണ്. നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ VPC ആയിട്ട് അസോസിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അടുത്തത് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ പറ്റത്തില്ല. യു ഹാവ് റീച്ച് ദ ലിമിറ്റ് ഫോർ IP6 സൈഡർ എന്ന് പറയുന്നുണ്ട്. പിന്നെ സബ്നെറ്റ് 56 ആണ് VPCയിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് ക്ലോസ് ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ VPCയിൽ ഞാൻ IP6 എനേബിൾ ചെയ്തു. സൈഡറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് IP6 എനേബിൾ ആണോ അല്ല എന്നുള്ളതൊക്കെ കാണാനായിട്ട് പറ്റും. അസോസിയേറ്റഡ് ആണോ, ഏത് പൂളാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും. 56 ആണ് നമ്മൾ സബ്നെറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി സബ്നെറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ എല്ലാത്തിലും നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം ആവശ്യമുള്ളത്. ഞാനിപ്പോൾ 2 മാത്രമേ ഞാൻ എനേബിൾ ചെയ്യണുള്ളൂ, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി. ഇപ്പോൾ എൻ്റെ സബ്നെറ്റിൽ പ്രൈവറ്റും ഉണ്ട് പബ്ലിക്കും ഉണ്ട്. 3 സോണുണ്ട്, 3ലും ഓരോന്ന് വെച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പബ്ലിക്ക് 2Aയിൽ, അതായത് അവൈലബിലിറ്റി സോൺ 2Aയിൽ ഇപ്പോൾ IP6 എനേബിൾ ചെയ്തിട്ടില്ല. ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ആക്ഷനിൽ വരിക, എഡിറ്റ് IP6 സൈഡറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സൈഡർ ആഡ് IP6 സൈഡർ എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലാസ്റ്റത്തെ ഒരു 64 സബ്നെറ്റാണ് ഇവിടെ വരുന്നത്. അതേപോലെ ഒരു ലാസ്റ്റ് നമ്മൾ 1 ഡോട്ട് അങ്ങനെ കൊടുക്കാമല്ലോ. അതേപോലെ തന്നെ ഞാൻ 00 എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യുക. അടുത്ത സബിന് 01 കൊടുക്കുക, അടുത്ത സബിന് 02 കൊടുക്കുക, അങ്ങനെ കൊടുത്ത് പോവുക. ഇപ്പോൾ പബ്ലിക്ക് 2Aയിൽ ഞാനിപ്പോൾ എനേബിൾ ചെയ്തു, 00/64 വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ പബ്ലിക് ആയതുകൊണ്ട് മോഡിഫൈ ഓട്ടോ അസൈനിങ് IP സെറ്റിങ്സ് അതും കൂടി, അതായത് പബ്ലിക് IP6ഉം കൂടി വേണം പബ്ലിക്കിലുള്ള ഇൻസ്റ്റൻസിന്. അതും കൂടി എനേബിൾ ചെയ്യുക. ഓട്ടോ അസൈനിങ് IP വെർഷൻ 6ഉം കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ പബ്ലിക്കിലുള്ള ഇൻസ്റ്റൻസിന് IP വെർഷൻ 6 എനേബിൾ ആവുകയുള്ളൂ. അതുപോലെ 2B 2C അങ്ങനെ എല്ലാ സബ്നെറ്റിലും ചെയ്യുക, എന്നാൽ മാത്രമേ IP വെർഷൻ 6 എനേബിൾ ആവുള്ളൂ. പ്രൈവറ്റിന് നമ്മൾ ഓട്ടോസിനെ എനേബിൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ EC2 ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ 2 സെർവർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വെബ് സെർവറും DB സെർവറും. വെബ് സെർവർ എൻ്റെ റൺ ചെയ്യുന്നത് പബ്ലിക് സബ്നെറ്റാണ്, അതായത് പബ്ലിക് സബ്നെറ്റ് 2Aയിലാണ്. DB സെർവർ റൺ ചെയ്യുന്നത് പ്രൈവറ്റ് സബ്നെറ്റ് 2Aയിലാണ്.
അപ്പോൾ നമുക്കത് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം എല്ലാം എനേബിൾ ചെയ്യാം, എന്നിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഞാൻ ഇതേപോലെ IPv6 സൈഡർ എനേബിൾ ചെയ്യുവാണ്. നേരത്തെ ഞാൻ 00 കൊടുത്തു, ഇവിടെ 01 കൊടുത്തു, സേവ് കൊടുത്തു. അതേപോലെ തന്നെ സീൽ ആഡ് ചെയ്യണം. അതേപോലെ ഓട്ടോ അസൈനിങ് കൂടി ഞാൻ എനേബിൾ ചെയ്യുവാണ് എല്ലാ പബ്ലിക് സബ്നെറ്റിനും. സീലും സൈഡർ ഞാൻ എനേബിൾ ചെയ്തു, IPv6 എനേബിൾ ചെയ്യുവാണ്, ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 0001 02 ആണ് ഞാൻ കൊടുക്കുന്നത്. അതിനെ ഓട്ടോ അസൈനിങ് കൂടി ഞാൻ എനേബിൾ ചെയ്തു, സേവ് ചെയ്യുക. ഇപ്പോൾ പബ്ലിക് സബ്നെറ്റിൽ ഞാനിപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇനി എനിക്കുള്ളത് പ്രൈവറ്റിലുള്ളത്. പ്രൈവറ്റ് സബ്നെറ്റിൽ നമുക്ക് എനേബിൾ ചെയ്യാം. അപ്പോൾ എനിക്ക് 3 പ്രൈവറ്റ് സബ്നെറ്റാണുള്ളത്, 2A 2B 2C. ആ 3നും ഞാൻ എനേബിൾ ചെയ്യാൻ പോവാണ്. ഇവിടെ സൈഡർ മാത്രമേ IP6 സൈഡർ മാത്രമേ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ, 03. അതുപോലെ ഇവിടെ പ്രൈവറ്റ് ആയതുകൊണ്ട് ഞാൻ ഓട്ടോ അസൈനിങ് എനേബിൾ ചെയ്യുന്നില്ല. IPv6 പ്രൈവറ്റിന് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്യുവാണ്. ഇനി അടുത്തത് 2Bയിൽ എനേബിൾ ചെയ്യണം. അപ്പോൾ 2B സെലക്ട് ചെയ്തിട്ട് IPv6 എനേബിൾ ചെയ്ത് കൊടുക്കുക. എഡിറ്റ് IP6 സൈഡർ എനേബിൾ ചെയ്യുക, 05 കൊടുക്കുക, സേവ് ചെയ്യുക. അടുത്തത് 2C ആണുള്ളത്. ൽ ഞാൻ സൈഡർ പറഞ്ഞു കൊടുക്കുക, 06 പറഞ്ഞു കൊടുത്തു. ജസ്റ്റ് സബ്നെറ്റിംഗ് ആണ്. IPv6ൻ്റെ സബ്നെറ്റിംഗ് അറിഞ്ഞിരിക്കണം. നമുക്ക് ഓൺലൈനിൽ ചെയ്യാവുന്നതാണ് അതൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ട്. 00 എല്ലാ സബ്നെറ്റിനും ഞാൻ IPv6 എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റൗട്ട് ടേബിളിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. റൗട്ട് ടേബിളിൽ 2 ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്, പബ്ലിക്കും ഉണ്ട്. പബ്ലിക്കിൽ നമുക്കിപ്പോൾ ഓൾറെഡി മെയിനും ഡിഫോൾട്ടും ആണ്. മെയിൻ റൗട്ട് ടേബിൾ ഞാൻ പബ്ലിക്കിൽ നിന്ന് ആക്കിയിട്ടുണ്ട്. പുതിയതായിട്ടൊരു റൗട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്തതാണ് പ്രൈവറ്റ്. ഇപ്പോൾ പബ്ലിക്കിൻ്റെ റൗട്ട് ടേബിൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് VPC എനേബിൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് IPv6. അതുപോലെ പ്രൈവറ്റിനും വന്നിട്ടുണ്ട്. അതുപോലെ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞ് കിടക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നാറ്റ് എനേബിൾ ചെയ്താണ്. റിമൂവ് ചെയ്തുകൊണ്ട് ഞാൻ റൗട്ട് ടേബിളിൽ നിന്ന് കളഞ്ഞില്ല, അത് ഞാൻ റിമൂവ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ പ്രൈവറ്റിലും പബ്ലിക്കിലും IPv6 എനേബിൾ ആയിട്ടുണ്ട്. അതേപോലെ ഇൻ്റർനെറ്റ് ഗേറ്റ്വേയിൽ ഒന്നും ചെയ്യാനില്ല, അത് ഓൾറെഡി ഞാൻ പബ്ലിക് റൗട്ട് ടേബിളായിട്ട് അസോസിയേറ്റഡ് ആണ്. പക്ഷേ ഇവിടെ നമുക്ക് IPv6 വേണ്ടി നമുക്ക് റൂട്ട് എഴുതി കൊടുക്കണം. അപ്പോൾ കോളൻ ഇതാണ് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഏതാണ് ഇൻ്റർനെറ്റ് ഗേറ്റ്വേനെ ആ സെയിം ഇൻ്റർനെറ്റ് ഗേറ്റ്വേനെ പറഞ്ഞു കൊടുക്കുക, എന്നാലേ IPv6 റൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ IPv4നും IPv6നുള്ള റൂട്ടിങ് ഞാൻ പറഞ്ഞു കൊടുത്തു പബ്ലിക്കിൽ. അതേപോലെ തന്നെ പ്രൈവറ്റിലും പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ പബ്ലിക് റൂട്ട് ടേബിളിൽ IPv4ഉം IPv6 ലോക്കൽ റൂട്ടായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ അഡീഷണൽ നമ്മൾ ഇൻ്റർനെറ്റ് ഗേറ്റ്വേയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രൈവറ്റിൽ വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ലോക്കൽ റൂട്ട് മാത്രമേ പറഞ്ഞു കൊടുത്തുള്ളൂ, നാറ്റ് ഗേറ്റ്വേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അതും കൊടുക്കാറുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല, ഇപ്പോൾ തൽക്കാലത്തൊക്കെ ഞാനിപ്പോൾ എനേബിൾ ചെയ്യുന്നില്ല. അല്ലാതെ നമുക്ക് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. അടുത്തത് സെക്യൂരിറ്റി ഗ്രൂപ്പിലാണ് ചെയ്യാനുള്ളത്. അപ്പോൾ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ നമുക്ക് നോക്കാം. എനിക്ക് 2 ഇൻസ്റ്റൻസ് റണ്ണിങ് ആണ്, വെബ് സെർവറും DB സെർവറും. അതിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത്, വെബ് സെർവർ SGയും DB സെർവർ SGയും. ഇപ്പോൾ വെബ് സെർവർ SGയിൽ ഔട്ട് ബൗണ്ടിൽ ഓൾറെഡി IPv6 എനേബിൾഡ് ആണ്. നമുക്ക് ഇൻബൗണ്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അത് നമ്മൾ മാനുവലി കൊടുക്കേണ്ടി വരും, ഇപ്പോൾ എനേബിൾ ചെയ്തിട്ടുള്ള. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്തതിന് ശേഷം നമുക്കതെങ്ങനെ കൊടുക്കണമെന്നുള്ളത് നോക്കാം. ആഡ് റൂൾ കൊടുക്കുക, ഓൾ ട്രാഫിക് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് വേണം ഇവിടെ കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഓൾ കൊടുക്കുവാണ്. IPv6 എനേബിൾ ചെയ്തു. ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ IPv6 V6 ഞാൻ കൊടുക്കുവാണ്. സേവ് റൂൾ കൊടുക്കുക. ഇപ്പോൾ എൻ്റെ വെബ് സെർവറിൻ്റെ SGയിലും ഞാൻ IPv6 എനേബിൾ ചെയ്തിട്ടുണ്ട്, ഔട്ട് ബൗണ്ടിൽ എനേബിൾ ആണ്. ഇനി അടുത്തത് DB സെർവറിന് എനേബിൾ ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി DB സെർവറിൻ്റെ ഔട്ട് ബൗണ്ടിൽ ഓൾറെഡി ഉണ്ട്, നമുക്ക് ഇൻബൗണ്ടിലും കൂടി പറഞ്ഞു കൊടുക്കാം. സെയിം തന്നെ എഡിറ്റ് ചെയ്യുക, ഓൾ ട്രാഫിക് കസ്റ്റം കൊടുത്തതിന് ശേഷം IPv6 IP റേഞ്ച് പറഞ്ഞു കൊടുക്കുക, 000 കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ ഞാൻ IPv6 ജസ്റ്റ് കൊടുക്കുവാണ്, സേവ് റൂൾ കൊടുക്കുക. ഇപ്പോൾ ഞാൻ സെക്യൂരിറ്റി ഗ്രൂപ്പ് 2 സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ഞാനിപ്പോൾ എനേബിൾ ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് നെറ്റ്വർക്ക് ACLാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്. അപ്പോൾ അടുത്ത് നമുക്ക് നെറ്റ്വർക്ക് ACL നോക്കാം. അപ്പോൾ ഇവിടെ എല്ലാത്തിലും എൻ്റെ 2 സെക്യൂരിറ്റി ഗ്രൂപ്പിലും ഓൾറെഡി ഞാനിപ്പോൾ എനേബിൾ ചെയ്തു. IPv6 റൂട്ടിങ് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇനി നെറ്റ്വർക്ക് ACL പോയി കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് 2 ACLാണുള്ളത്. പബ്ലിക്കും പ്രൈവറ്റും ഉണ്ട്, സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയേക്കുവാണ്. പബ്ലിക് എപ്പോഴും ഡിഫോൾട്ട് NACL-ആണ്. അതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 100, 101 IPv6ഉം IPv6 അലോ ആണ് ചെയ്തിരിക്കുന്നത്, ഇൻബൗണ്ടും ഔട്ട്ബൗണ്ടും. നമുക്ക് പ്രൈവറ്റ് നോക്കാം. പ്രൈവറ്റ് ഡിഫോൾട്ട് NACL എല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. അതിനകത്ത് IPv4 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാനുവലി എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ആഡ് റോൾ കൊടുത്തിട്ട് 101 എന്ന് പറഞ്ഞ് നമ്പർ കൊടുത്തു. ഓൾ ട്രാഫിക് കൊടുക്കുക. കൊടുത്തതിന് ശേഷം :/0 ഇട്ട് കൊടുക്കുക. IPv6ൻ്റെ ഓൾ IPv6 IP-യിലേക്ക് റൗട്ട് ചെയ്തോളാൻ പറഞ്ഞു കൊടുക്കുക. അലോ കൊടുക്കുക, സേവ് കൊടുക്കുക. ഇതേപോലെ തന്നെ ഔട്ട് ബൗണ്ടിൽ എഴുതി കൊടുക്കണം. സേവ് ചേഞ്ച് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ നെറ്റ്വർക്ക് ACLലും സെക്യൂരിറ്റി ഗ്രൂപ്പിലും എല്ലാത്തിലും ഞാനിപ്പോൾ IPv6 എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് EC2 ഡാഷ്ബോർഡിൽ പോയിട്ട് ഇൻസ്റ്റൻസ് ലെവലിൽ ചെക്ക് ചെയ്യാം. VPC നമുക്ക് ഇപ്പോൾ എല്ലാത്തിലും IP വെർഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് 2 സെർവറാണ് റണ്ണിങ് ഉള്ളത്, വെബ് സെർവറും DB സെർവറും. ഇപ്പോൾ ഈ പറഞ്ഞ ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെർവറാണ്. അതിനകത്ത് ഓൾറെഡി IPv6 എനേബിൾ ഉണ്ടാവില്ല. അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ പുതിയൊരു ഇൻസ്റ്റൻസ് ഇനി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് IPv6 എനേബിൾ ആയിക്കോളും. ഇത് എൻ്റെ പഴയ സെർവർ ആയതുകൊണ്ട്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെർവർ ആയതുകൊണ്ടാണ് ഇവിടെ വരാത്തത്. അപ്പോൾ ആദ്യം നമുക്ക് അതെങ്ങനെ എനേബിൾ ചെയ്യണമെന്ന് നോക്കാം. ഞാനിപ്പോൾ വെബ് സെർവറിൽ എനിക്ക് പബ്ലിക് IPയും പ്രൈവറ്റ് IP ഉണ്ട്. IPv6 ആണ്. അതേപോലെ അത് പബ്ലിക് 2A-യിലാണുള്ളത്. DB സെർവറിന് പ്രൈവറ്റ് IP മാത്രമേ ഉള്ളൂ. അത് പ്രൈവറ്റ് 2A-യിലാണുള്ളത്. IPv6 ഇപ്പോഴും ഇതിനകത്തും വന്നുള്ളത്. ഇതിനകത്തും നമ്മൾ എനേബിൾ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് വെബ് സെർവറിന് എനേബിൾ ചെയ്യാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം ആക്ഷൻ എടുക്കുക. എന്നിട്ട് നെറ്റ്വർക്ക് സെറ്റിങ്ങിൽ പോയതിന് ശേഷം അവിടെ മാനേജ് IP അഡ്രസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അതിനകത്ത് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ബൈ ഡിഫോൾട്ട് ETH0 ആണ് ഒരു സെർവറിൻ്റെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ്. അത് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് IPv4ഉം IPv6 കാണാനായിട്ട് പറ്റും. ഓൾറെഡി IPv4 ഓൾറെഡി അസൈൻഡ് ആണ്. നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ വേണമെങ്കിൽ ഒരു IP കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് വേണ്ടത് ഇപ്പോൾ IPv6 ആണ് എനേബിൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം അത് നോക്കാം. അപ്പോൾ അസൈനിങ് ന്യൂ IPv6 അസൈനിങ് ന്യൂ IP അഡ്രസ് എന്ന് പറഞ്ഞ് എനേബിൾ ചെയ്യുക. അപ്പോൾ ഓട്ടോ അസൈനിങ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻ ആയിക്കോളും. എന്നിട്ട് സേവ് കൊടുക്കുക. അൺഡു ചെയ്യണമെങ്കിൽ അൺഡു ചെയ്യാം, സേവ് കൊടുക്കുക. ഇപ്പോൾ കൺഫേം ചെയ്യുക. അത് ഏത് ഇൻ്റർഫേസിലായി നെറ്റ്വർക്ക് ഇൻ്റർഫേസിലേക്കാണ് അസൈൻ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചേക്കണത്. അത് കൺഫേം ചെയ്യുക. ഓൾറെഡി ETH0 മാത്രമേ ഉള്ളൂ. അതിനകത്തേക്കാണ് ആ IP അസൈൻ ആവുന്നത്, IPv6 അസൈൻ ആവുന്നത്. ഇപ്പോൾ എനിക്കിവിടെ IPv6 അസൈൻ ആയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് IPv4 ഉണ്ട്, IPv6ഉം വെബ് സെർവറിന് ആക്സസബിൾ ആണ്. അപ്പോൾ എനിക്ക് ആ നെറ്റ്വർക്ക് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ആ നെറ്റ്വർക്ക് ENA-ൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള IP ഡീറ്റെയിൽ എല്ലാം എനിക്ക് കിട്ടും. ഈ വെർഷൻ IP ഉണ്ട്, DNS IP ഉണ്ട്, അതുതന്നെ പബ്ലിക് IP, പ്രൈവറ്റ് IP എല്ലാം അസൈൻ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ DB സെർവറിലും ചെയ്യുക. സെലക്ട് ചെയ്യുക, ആക്ഷൻ എടുക്കുക, നെറ്റ്വർക്ക് മാനേജ് IP എക്സ്പാൻഡ് ചെയ്യുക, IPv6 അസൈൻ കൊടുക്കുക, സേവ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 2 സെർവറിലും IPv6 എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റത്തെ കുറച്ചൊരു 4 പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യത്യാസം ഉണ്ടാകും 2 തമ്മിൽ. ബാക്കി ആദ്യത്തെ ഒരു 4 പാർട്ട് സെയിം ആയിരിക്കും. ആണെങ്കിൽ VPCയിൽ നമുക്കൊന്ന് ചെന്ന് നോക്കാം. ഇപ്പോൾ VPCയിൽ സബ്നെറ്റ് ചൂസ് ചെയ്യുക, പബ്ലിക്കോ പ്രൈവറ്റ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ പ്രൈവറ്റ് സെലക്ട് ചെയ്ത് പ്രൈവറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 4 പാർട്ട് സെയിം ആണ്. ആ അടുത്ത സെക്ഷനാണ് നമുക്ക് ഇൻസ്റ്റൻസിന് വേണ്ടി പോകുന്നത്. അത് ആദ്യത്തെ 4 പാർട്ട് നെറ്റ്വർക്കും അടുത്ത ഹോസ്റ്റിന് വേണ്ടിയുള്ളതായിരിക്കും. അപ്പോൾ അടുത്ത ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഓരോ ഇൻസ്റ്റൻസിനും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. വെബ് സെർവറിലും അത് ഡിഫറെൻ്റ് ആണ്, DB സെർവറിലും വ്യത്യാസമുണ്ട്. പക്ഷേ 2 സെർവറിലും ആദ്യത്തെ 4 പാർട്ട് സെയിം ആണ്. 2700 എന്നുള്ളതാണ് വന്ന് നിൽക്കുന്നത്. ഇനി നമുക്ക് വെബ് സെർവറിലേക്ക് പബ്ലിക്കാണ്, നമുക്ക് അതിനകത്തേക്ക് കണക്ട് ചെയ്താൽ മാത്രമേ DB സെർവർ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് വെബ് സെർവറിലേക്ക് കണക്ട് ചെയ്യുവാണ് ആദ്യം തന്നെ.
ഞാൻ അപ്പോൾ ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്ത് കണക്ട് കൊടുത്ത് അതിൻ്റെ സ്ട്രിങ് കിട്ടി, അത് വെച്ചിട്ട് ഞാൻ കണക്ട് ചെയ്തു. എൻ്റെ സെയിം പാത്തിൽ തന്നെ കീ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കണക്റ്റ് ആയത്. ഇപ്പോൾ എൻ്റെ വെബ് സെർവറിലേക്ക് കണക്റ്റായി. എനിക്ക് IPA അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രൈവറ്റ് ടൈപ്പിംഗ് കാണാനായിട്ട് പറ്റും, അതേപോലെ തന്നെ മീൻസ് IPv4 കാണാനായിട്ട് പറ്റും, IPv6 കാണാൻ പറ്റും. സെയിം IP തന്നെയാണ് ആ ഇൻസ്റ്റൻസിന് ആ ഡാഷ്ബോർഡിൽ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ സർവറിന് ഇപ്പോൾ IP എനേബിൾ ആയിട്ടുണ്ട്. നമ്മൾ CLI വഴിയും കൂടി ചെക്ക് ചെയ്തു. നമുക്കിനി DB സെർവറിലേക്ക് പിങ് ഉണ്ടോ നോക്കാം. അതായത് വെബ് സെർവറിൽ നിന്നിട്ട് നമുക്ക് DB സെർവറിൻ്റെ IPv6 പിങ് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പിങ് 6 അടിക്കുക, എന്നിട്ട് DB സെർവറിൻ്റെ IPv6 ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. എനിക്ക് വെബ് സെർവറിൽ നിന്നുകൊണ്ട് DB സെർവറിൻ്റെ IPv6 എനിക്ക് പിങ് ചെയ്യാൻ പറ്റി. അതായത് രണ്ട് സെർവറും തമ്മിൽ IPv6 വെച്ച് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ DB സെർവറിന് സെക്യൂരിറ്റി ഗ്രൂപ്പ് എടുത്തു. അവിടെ എനിക്ക് ഞാൻ ഓൾറെഡി ഓൾ ട്രാഫിക് IPv6 എന്നുള്ളത് എനേബിൾ ചെയ്തുകൊണ്ടാണ് എനിക്ക് ആ പിങ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തായാലും കൊടുക്കണം. രണ്ടിലും ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്, വെബ് സെർവറിൽ ഞാൻ എനേബിൾ ചെയ്തത്. ഇനി പുതിയൊരു ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് IPv6 കിട്ടുമെന്ന് നോക്കാം. ജസ്റ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ കോൺഫിഗറേഷൻ സെക്ഷനിലാണ് അത് കാണിക്കുന്നത്. ഈ സെക്ഷനിൽ താഴത്തേക്ക് വരിക. ഞാനിപ്പോൾ മാനേജ്മെൻറ്റ് VPC സെലക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു സബ്നെറ്റ് ചൂസ് ചെയ്യുക. താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്കിൻ്റെ സെക്ഷൻ ഉണ്ട്. അവിടെ IPv6 ഓട്ടോ അസൈനിൽ നിന്നാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് IP അസൈൻ ആയിരിക്കുള്ളൂ. അപ്പോൾ ഞാനിത് ഈ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഞാനിത് ക്യാൻസൽ ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ രണ്ട് സെർവറും തമ്മിലുള്ള IPv6 വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. നമുക്ക് അസോസിയേറ്റ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. സെയിം അതേപോലെ തന്നെ വെബ് സെർവർ സെലക്ട് ചെയ്യുക, മാനേജ്മെൻറ്റ് IP എടുക്കുക, എക്സ്പാൻഡ് ചെയ്യുക. അൺഅസൈൻ കൊടുത്തു കഴിഞ്ഞാൽ IPv6 റിമൂവ് ആയിക്കോളും. സേവ് കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ IPv6 റിമൂവ് ആയിക്കോളും വെബ് സെർവറിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെയാണ് IPv6 ഇൻസ്റ്റൻസിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക.